أعوذ بالله من الشيطان الرجيم فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് സഹോദരനായ ഹാറൂൻ നബിയുടെ കൂടെ ഫറോവയുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം നടത്തുവാൻ വേണ്ടി പോവുകയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ വളരെ വിശദമായി തന്നെ പരിചയപ്പെടുത്തുകയും ആ വിശദീകരണങ്ങൾക്ക് മുമ്പിൽ പ്രമാണബദ്ധമായി ഒന്നും പറയാൻ സാധ്യമാവാതെ ഫിർഔൻ അവന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയുകയും ചെയ്ത ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഫിർഔനിന്റെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദും അല്ലാഹുവിന്റെ മഹാത്മ്യങ്ങളുമെല്ലാം വിശദീകരിച്ചു കൊണ്ടിരുന്ന വേളയിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അലം നുറബ്ബിക ഫീനാ വലീദ വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ. സൂറത്തു ശുഅറായിലെ 18-19 ആയത്തുകളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഫിറഔൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, നീ ഇപ്പൊ വന്നിട്ട് പുതിയ ചില കാര്യങ്ങളൊക്കെ പറയുകയും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന രൂപത്തിൽ നീ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ മാത്രം നീ അത്ര വലിയ ആളാവുകയൊന്നും വേണ്ട. കാരണം നീ ആരായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. അലം നുറബ്ബിക ഫീനാ വലീദ, കുഞ്ഞും നാളിൽ നിന്നെ വളർത്തിയുണ്ടാക്കിയത് ഞങ്ങളാണ്. നിന്നെ കുഞ്ഞായിരിക്കെ ഞങ്ങളല്ലേ വളർത്തിയുണ്ടാക്കിയത്. അഥവാ നീ നദിയിലൂടെ ഒഴുകി വന്ന് ഒരു കേവലം കൈക്കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നെ എടുത്ത് വളർത്തി കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളും തന്നുകൊണ്ട് നിന്നെ വളർത്തി പോറ്റി വളർത്തി ഉണ്ടാക്കിയത് ഞങ്ങളാണ്. വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ, അങ്ങനെ നിന്റെ ആയുഷ്കാലത്തിൽ നിന്ന് ധാരാളം കൊല്ലങ്ങൾ നീ ഞങ്ങൾക്കിടയിലാണ് താമസിച്ചത്. അത് 18 കൊല്ലമാണെന്നും 30 കൊല്ലമാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ സംരക്ഷണത്തിൽ ആ കൊട്ടാരത്തിൽ 18 വയസ്സുവരെ ജീവിച്ചു എന്നും അതല്ല 30 വയസ്സുവരെ അവിടെ താമസിച്ചിട്ടുണ്ട് എന്നുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. മാത്രമല്ല ഫിറഔൻ പിന്നീട് ഓർമ്മപ്പെടുത്തുകയാണ്, വഫഅൽത, എന്നിട്ട് നീ ചെയ്യുകയും ചെയ്തു, ഫഅലതക അല്ലതി ഫഅൽത, നീ ചെയ്ത ആ പ്രവർത്തനം, അഥവാ ഒരാളെ കൊന്നല്ലോ, നീ ഒരാളെ കൊല്ലുകയും ചെയ്തു. വഅൻത മിനൽ കാഫിരീൻ, നീ നന്ദി കെട്ടവരുടെ കൂട്ടത്തിലായി പോയത്. നീ നന്ദി കേടാണ് ചെയ്തത്, നീ നന്ദി കെട്ടവരുടെ കൂട്ടത്തിലാണ് നീ ആയിപ്പോയത്. അങ്ങനെ ഞങ്ങളുടെ ഉപ്പും ചോറും തിന്ന് വളർന്ന്
ഞങ്ങൾ ചെറുപ്പത്തിൽ എടുത്ത് വളർത്തിയുണ്ടാക്കി ഞങ്ങളുടെ കീഴിൽ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിച്ച് തന്നെയുമല്ല വളർന്നു വലിയ ആളായപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ കൊല്ലുകയും ചെയ്തിട്ട് നാട് വിട്ട് പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നിട്ടിപ്പോ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം നീ അത്രക്കായോ? അതിനൊന്നും നീ ഇല്ല, അതിനൊന്നും നീ അവകാശിയല്ല, നീ അർഹനല്ല എന്നിങ്ങനെ തന്റേതായ ആ രൂപത്തിലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത തൗഹീദിന്റെ റബ്ബിനെ പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് കാമ എന്നൊരക്ഷരം പറയാൻ ഇല്ലാതെ തന്റേതായ പൂർവിക ആനുകൂല്യങ്ങളൊക്കെ പറ്റിയിട്ടാ നീ ജീവിച്ചതെന്ന് പറഞ്ഞ് അതിനെയൊക്കെ മറയിടാനും അതിനെയൊക്കെ ഇരുൾ പരത്താനുമാണ് ഫറോവ ശ്രമിക്കുന്നത്. ആ അവസരത്തിൽ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനദ്ദാല്ലീൻ. അതെ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, ഞാനത് ചെയ്തു, ഞാൻ നിഷേധിക്കുന്നില്ല. ഇദൻ അന്നേരം വഅന മിനദ്ദാല്ലീൻ, ഞാൻ വഴിയറിയാത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ഞാൻ നബിയല്ല, എനിക്ക് റിസാലത്ത് കിട്ടിയിട്ടില്ല, അള്ളാഹു എന്നെ റസൂലാക്കിയിട്ടില്ല, എനിക്ക് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധങ്ങളൊന്നും ഇല്ല. പിന്നെയല്ലേ ഞാൻ റസൂലൊക്കെ ആയത്. അതുകൊണ്ട് ഞാൻ അന്ന് വഴിയറിയാതെ എനിക്ക് മാർഗം ഏതാണെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിലായിരുന്നു എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഫറോവയുടെ മുമ്പിൽ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനമിനം വാല്ലി എന്ന് പറഞ്ഞാൽ ഞാനന്ന് വഴിപഴച്ചോനായിരുന്നു, കാഫിറായിരുന്നു എന്നൊന്നും അതിനർത്ഥമല്ല. മൂസാ നബി ഫറോവയോട് ഞാൻ അന്ന് കാഫിറായിരുന്നു, ഞാൻ അന്ന് വഴിപഴച്ചോനായിരുന്നു എന്നൊന്നും അതിന് അർത്ഥമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറഞ്ഞത് നമുക്ക് പരിചയമുണ്ടല്ലോ, വവജദക ضالًا فهدى വവജദക ضالًا فهدى. നബിയെ, നിന്നെ ഞാൻ കണ്ടില്ലയോ, നിന്നെ കണ്ടെത്തുകയും ചെയ്തില്ലയോ, ضالًا വഴിയറിയാത്തവനായി, ഫഹദാ അങ്ങനെ നിനക്ക് വഴി കാണിച്ചു തന്നില്ലയോ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചെയ്തു കൊടുത്ത അനുഗ്രഹമാണ്. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ വഹി കിട്ടുന്നതിന്റെ മുമ്പ് പഴച്ചുപോയ കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജനനം തൊട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയാകുന്നതിന്റെ മുമ്പേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹാനായ വ്യക്തിത്വത്തെ പ്രത്യേകമായ ഒരു സംരക്ഷണയിൽ തന്നെയാണ് റബ്ബ് വളർത്തിക്കൊണ്ടുവന്നത്. അത്രമാത്രം കഠിനമായ ശിർക്കിന്റെയും കുഫറിന്റെയും തോന്നിവാസങ്ങളുടെയും ഇടയിൽ ജീവിച്ചിട്ട് പോലും പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അനിസ്ലാമികമായ തോന്നിവാസത്തിന്റെ ഒരു മാർഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. എല്ലാ നബിമാർക്കും അങ്ങനെയാണ്. അള്ളാഹു ചെറുപ്പത്തിലെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുത്തു വരും. മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബിയും ഇവിടെ ഫറോവയോട് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അന്ന് പഴച്ചോനായിരുന്നു, എനിക്കന്ന് വഴിയറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കന്ന് റിസാലത്ത് കിട്ടിയിട്ടില്ല. ഞാൻ അന്ന് കാഫിറായിരുന്നു എന്നൊന്നും അതിന് അർത്ഥമില്ല. കാരണം അതൊരു പൊതു തത്വമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഫലം യകുൻ നബിയ്യും മിനൽ അംബിയാഇ കാഫിറാ. ലോകത്ത് വന്ന ഒരൊറ്റ നബിയും നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് പോലും ആരായിട്ടില്ല? കാഫിറായിട്ടില്ല. അത് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ഫളലാണ്. അവരൊരിക്കലും കാഫിറായി ജീവിച്ചിട്ടില്ല. കാഫിറായി ജീവിച്ചിട്ട് പിന്നെ നബിയായപ്പോൾ മുസ്ലിം ആയതൊന്നുമല്ല. ഒരു നബിയും കാഫിറായി ജീവിച്ചിട്ടില്ല. അതൊരു പൊതുതത്വമാണ്. മുമ്പുള്ള ആളുകളുടെ റിസാലത്ത് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ശരി, അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ശരിയാണ്, എന്റെ അടുത്ത് അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റി, എനിക്കന്ന് അത്ര ബോധമൊന്നുമില്ലായിരുന്നു, ഞാനന്ന് റസൂലുമല്ല നബിയുമല്ല. എങ്കിലല്ലേ പ്രത്യേകം അള്ളാന്റെ കാവലൊക്കെ ഉണ്ടാവുക. അമ്പിയാക്കന്മാരൊക്കെ മഅസൂമീങ്ങളാണല്ലോ, അവരിലൊന്നും വൻപാപങ്ങളൊന്നും വരൂലല്ലോ. അവിടെ ഞാനന്ന് റസൂലൊന്നുമല്ല, അതുകൊണ്ട് അങ്ങനെ അന്ന് പറ്റിപ്പോയി, ശരിയാണ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുകും ഫവഹബ ലീ റബ്ബി ഹുക്മാ വജഅലനീ മിനൽ മുർസലീൻ. ഫഫറർതു മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെയാ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ലമ്മാ ഖിഫ്തുകും, ഞാൻ നിങ്ങളെ ഭയപ്പെട്ട അവസരത്തിൽ, എനിക്ക് നിങ്ങളെ പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോയത്.
എനിക്ക് നിങ്ങളെ പേടിയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഓടിപ്പോയതും. കാരണം എന്താ? എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ അക്രമികളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം ഒരാളെയും കൊന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ എന്റെ നിരപരാധിത്വമൊന്നും നിങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ അക്രമികളായ ഒരു വിഭാഗം ജനതയാണെന്ന് നിങ്ങളോടുള്ള ചിരകാല പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ദ്രോഹിക്കും ഞാൻ ഇവിടെ നിന്നാൽ. അതുകൊണ്ട് ഞാൻ ഈജിപ്തിനെയും ആ നാട്ടുകാരെയൊക്കെ വിട്ട് ഓടിപ്പോയത് അതുകൊണ്ട് നിങ്ങളെ കൈ കിട്ടിയാൽ നിങ്ങൾ എന്നെ ശരിപ്പെടുത്തും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ മനഃപൂർവ്വം ഒരാളെയും കൊന്നിട്ടില്ല, ഞാൻ ഒരാളെയും കൊല്ലാൻ ഉദ്ദേശിച്ചതുമല്ല. പിന്നെ എന്തിന് ഞാൻ ഓടി? നിങ്ങൾ അതൊന്നും അന്വേഷിക്കൂല. ഞാൻ മനഃപൂർവ്വം കൊന്നോ അബദ്ധം പറ്റിയോ ഒന്നും നിങ്ങൾ നോക്കൂല. നിങ്ങൾ അല്ലെങ്കിലേ ദ്രോഹികളാണ്, അക്രമികളാ. നിങ്ങളുടെ കയ്യിൽ എന്നെ കിട്ടിയാ നിങ്ങൾ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയതാണ്. ഈജിപ്ത് വിടേണ്ടി വന്നതാണ്. ഫവഹബലി റബ്ബി ഹുക്മാ വജഅലനി മിനൽ മുർസലീൻ. ഫവഹബലി റബ്ബി ഹുക്മാ. അങ്ങനെ എന്റെ റബ്ബ് എനിക്ക് ഹുക്മ് നൽകി, വിധികർത്തൃത്വം നൽകി, ഓശാരമായി നൽകി, നുബുവത്ത് നൽകി എന്നർത്ഥം. വജഅലനി മിനൽ മുർസലീൻ. എന്നെ അല്ലാഹു അവന്റെ റസൂലുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പൊ റസൂലായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തുടർന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും അവരോട് പറയാണ്, വതിൽക നിഅമതുൻ തമുന്നുഹാ وتلك نعمة تمنها علي أن عبدت بني إسرائيل. وتلك نعمة. അതാകട്ടെ നിങ്ങൾ എടുത്തു പറയുന്ന ചില നിഅമത്തുണ്ടല്ലോ. ഫിറഔനോട് മൂസാ നബി പറയുന്നു, നിങ്ങൾ എടുത്തു പറയുന്ന ആ നിഅമത്ത്, അനുഗ്രഹങ്ങളൊക്കെ അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ നീ അടിമകളാക്കി വെച്ചതിനാലാണ് ആ അനുഗ്രഹങ്ങളൊക്കെ എന്റെ മേൽ എടുത്തു പറയാൻ നിനക്ക് സാധിക്കുന്നത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇസ്രായേൽ മക്കളെ നീ അടിമകളാക്കി പീഡിപ്പിച്ച് വെക്കുന്നത് കൊണ്ടാണ് നിന്നെ ചെറുപ്പത്തിലെടുത്ത് വളർത്തിയില്ലേ എന്നൊക്കെ ഇപ്പൊ നിനക്കിങ്ങനെ എടുത്തു പറയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നീ എന്നെ ചെറുപ്പത്തിൽ എടുത്ത് വളർത്തിയതിൽ വലിയ കാര്യമൊന്നുമില്ല. അതൊരു വലിയ മേന്മയായിട്ടൊന്നും എടുത്തു പറയാല്ല. ഞാൻ എന്റെ ഉമ്മയുടെ സംരക്ഷണത്തിലും എന്റെ കുടുംബത്തിലുമായി തന്നെ ഞാൻ വളരുമായിരുന്നു. പിന്നെ എന്താ എന്റെ ഉമ്മ എന്നെ പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കാൻ കാരണം? നിന്റെ പീഡനം. നീ ആൺകുട്ടികളെയൊക്കെ വകവെക്കൂല, ഉണ്ടാകുന്ന മക്കളെയൊക്കെ നീ അറുകൊല ചെയ്യും. പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയോ? അതുകൊണ്ട് നിന്നെ പേടിച്ച് നിന്റെ പീഡനം ഭയന്നിട്ടാണ് എന്റെ ഉമ്മ പെട്ടിയിലാക്കി എന്നെ നദിയിൽ ഒഴുക്കി വിടേണ്ടി വന്നത്. അങ്ങനെ നിന്റെ കൈകളിൽ എത്തിയപ്പോ നീ എടുത്തു വളർത്തിയതാ. അതല്ലാതെ എന്നെ സ്നേഹിച്ചിട്ട് എന്റെ ഉമ്മ ഏതെങ്കിലും ആൺകുട്ടികളുണ്ടോ, എന്റെ ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ആ കുഞ്ഞിനങ്ങ് തരുമോ, ഞങ്ങൾ വളർത്തിക്കോളാ പരിപാലിച്ചോളാന്നൊന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ലോ. ഇസ്രായേൽ മക്കളെ നീ അടിമകളാക്കി വെച്ചതിന്റെ പേരില ഇന്ന് നിനക്ക് ആ അനുഗ്രഹം എന്റെ പേരിൽ എടുത്തു പറയാൻ സാധിക്കുന്നത്. ആ നിലക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുകയാണ്. വേറൊരു വ്യാഖ്യാനവും കൂടി അവിടെ ഉണ്ട്. അതെന്താ? അതൊക്കെ ശരിയാണ്. ഒരു വളരെ കൃത്യമായി അതൊക്കെ അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതാണെന്നൊരു വ്യാഖ്യാനവും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത്, നീ എന്നെ ചെറുപ്പത്തിൽ വളർത്തി, ശരിയാണ്. ഞാൻ നിന്റെ കൊട്ടാരത്തിൽ ഒരുപാട് കാലം വളർന്നു, ശരിയാണ്. അതൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെ നീ എന്നോട് നന്മ ചെയ്തിട്ടില്ലേ? തുടർന്നും നീ എന്നോട് നന്മ ചെയ്യണം. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ കൂടി നീ എന്റെ കൂടെ വിട്ടയച്ചു തരണം. ചെറുപ്പത്തിൽ കുറെ ചെയ്തില്ലേ, അതിന്റെ ഒക്കെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് ബാക്കിയുള്ള ഇസ്രായേൽ മക്കളെ ഇങ്ങനെ പീഡിപ്പിക്കല്ലേ, എന്റെ കൂടെ അവരെ പറഞ്ഞയച്ചു തരണം എന്ന് നല്ല വാക്ക് എന്ന നിലക്ക് അവനോട് പറഞ്ഞതാണ് എന്ന അഭിപ്രായവുമുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ആദ്യത്തെ അഭിപ്രായമാണ്. എന്റെ പേരിലെ ന്യായമത്തൊക്കെ എടുത്തു പറയാൻ വലിയ മഹത്വമൊന്നും നിങ്ങൾക്ക് അതിന്റെ പേരിൽ പറയാനില്ല. വല്ല ആൺകുട്ടികളെ എടുത്ത് വളർത്താനുള്ള പൂതി കൊണ്ട് വളർത്തിയതൊന്നുമല്ല. ഉണ്ടാകുന്ന കുട്ടികളൊക്കെ കൊല്ലണൊരവസ്ഥ വന്നപ്പോ എന്റെ ഉമ്മ നിർബന്ധിതയായിട്ടാണ് പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കേണ്ടി വന്നത്. അങ്ങനെയാ ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. അപ്പൊ അതൊരു വലിയ ന്യായമത്തായിട്ടും വലിയൊരു കാരുണ്യമായിട്ടൊന്നും എടുത്തു പറയാൻ മാത്രമൊന്നും അതില്ല. നിങ്ങളുടെ ദുഷ്ചെയ്തി കാരണത്താലാണ് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് എന്ന വ്യാഖ്യാനമാണ് പ്രസിദ്ധമായ അഭിപ്രായം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടരുകയാണ്.
وقال موسى يا فرعون إني رسول من رب العالمين حقيق على ألا أقول على الله إلا الحق قد جئتكم ببينة من ربكم فأرسل معي بني إسرائيل قال إن كنت جئت بآية فأت بها إن كنت من الصادقين فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തുടരണി, യാ ഫിറഔനെ ഇന്നി റസൂലുൻ മിൻ റബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനിൽ നിന്ന് അയക്കപ്പെട്ട റസൂലാണ്. ഹഖീഖുൻ അലാ അല്ലാ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഹഖല്ലാത്തതൊന്നും പറയാൻ ഞാൻ അർഹനല്ല. ഞാൻ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയൂല. ഞാൻ അല്ലാഹുവിന്റെ മേൽ അർഹതപ്പെട്ടതല്ലാത്തതൊന്നും പറയാൻ ഞാൻ അവകാശിയല്ല. ഞാൻ സത്യമേ പറയൂ. ഖദ് ജിഅ്തുകും ബിബയ്യിനത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി ബനി ഇസ്രായേലിനെ എന്റെ കൂടെ പറഞ്ഞേക്കണം. ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുകയാണ് കോപ്റ്റിക് രാജാവായ ഫറോവ. ഖിബ്തി വംശജനായ കോപ്റ്റിക് വംശജനായ ഫറോവ ഈജിപ്തിൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പീഡനം അവസാനിപ്പിച്ച് നീ അവരെ എന്റെ കൂടെ വിട്ടുതരണം. നീ നിന്റേതായ ഭരണം നടത്തിക്കോ, ഈ പാവങ്ങളെ മർദ്ദിക്കരുത്, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവരെ മോചിപ്പിക്കാനും കൂടെയാണ് ഞാൻ വന്നത്. സത്യവിശ്വാസവും സദാചാരവും തൗഹീദും പഠിപ്പിക്കാൻ വന്നതിന്റെ കൂടെ ഈ പാവങ്ങളായ പീഡിതരായ സമൂഹത്തിന്റെ മോചനത്തിനു കൂടിയാണ് ഞാൻ നിയുക്തനായിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അർസിൽ മഅയ ബനി ഇസ്രായേൽ, ഇസ്രായേൽ മക്കളെ നീ എന്റെ കൂടെ അയച്ചു തരണം. അപ്പൊ ഫിറഔൻ ചോദിച്ചു, ഇൻ കുൻത ജിഅത ബിആയ, നീ വല്ല തെളിവും കൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ ഫഅതി ബിഹാ, കൊണ്ടുവാ. ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യം പറയുന്നവനാണെങ്കിൽ. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി നിലത്തേക്ക് ഇട്ടു. ഫൈദാ ഹിയ സുഅ്ബാനും മുബീൻ, അതാ വ്യക്തമായ വമ്പിച്ച ഒരു സർപ്പമായിട്ട് അതിങ്ങനെ ഇഴയുന്നു, പാമ്പായിട്ട് മാറുകയാണ്. വനസഅ യദഹു, തന്റെ കൈ പുറത്തേക്കെടുത്ത് കാണിക്കുന്നു. ഫൈദാ ഹിയ ബൈദാഉ ലിന്നാദിരീൻ, കാണികൾക്ക് നോക്കുന്നവർക്കതാ കയ്യിൽ നിന്ന് നല്ല പ്രകാശം പരത്തുന്ന നിലക്കൊരു കുഴപ്പവുമില്ലാത്ത നല്ല സുന്ദരമായ വെള്ള നിറമായിക്കൊണ്ട് ആ കയ്യിൽ നിന്ന് പ്രകാശം ചൊരിയുന്നു, ഒരു നിറം മാറ്റം വരുന്നു. ഈ രണ്ട് ദൃഷ്ടാന്തമാണ് അല്ലാഹു തആല അവിടെ നിന്ന് കൊടുത്തത്. അത് രണ്ടും അവിടെ കാണിച്ചു. ആ രണ്ട് ദൃഷ്ടാന്തം അവിടെ കാണിച്ചു. ആ സമയത്ത് ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ ഇന്ന ഹാദാ ലസാഹിറുൻ അലീം യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅ്മുറൂൻ. ഖാലൽ മലഉ മിൻ ഖൗമി ഫിർഔൻ. അന്നേരം ഫറോവയുടെ ജനതയിൽപ്പെട്ട പ്രമാണിമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടല്ലോ ചുറ്റും നിന്നിട്ട്. അവരൊക്കെ കൂടെ ഫറോവയോട് പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇത് പഠിച്ച ജാലവിദ്യക്കാരനാണ്, നല്ല അറിവുള്ള മജീഷ്യനാണ് ഈ മൂസ. എന്താ ജാലവിദ്യ കാണിക്കൽ, പാമ്പാക്കുന്നു, എന്തൊക്കെ ജാലവിദ്യകളാ അത്ഭുതങ്ങളാ കാണിക്കുന്നത്. പഠിച്ച ആള്, നല്ല അറിവുള്ള സാഹിർ തന്നെയാണ്, നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് കളിയാക്കാൻ തുടങ്ങി. മാത്രല്ല യുരീദു, അവൻ ഉദ്ദേശിക്കുന്നത് അൻ യുഖ്രിജകും, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് മിൻ അർളിക്കും, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെയൊക്കെ പുറത്താക്കുവാനാണ്. എന്നിട്ട് അവനിവിടെ അധികാരം കൈയാളാനാണ്. അതുകൊണ്ട് ഫമാദാ തഅ്മുറൂൻ, എന്താണ് അഭിപ്രായം, കൂടിയാലോചന നടത്തുകയാണ്. ഫിറഔനും അവന്റെ പട്ടാളവും ഒക്കെ കൂടി എന്താ അവന്റെ കാര്യത്തിൽ വേണ്ടത്, നിങ്ങൾ തീരുമാനം പറയും എന്നിങ്ങനെ പരസ്പരം അവർ കൂടിയാലോചിക്കുമ്പോ അവന്റെ പരിവാരങ്ങളുടെ നിർദ്ദേശം, ഖാലൂ അർജിഹ് വഅഖാഹു വഅർസിൽ ഫിൽ മദായിനി ഹാശിരീൻ യഅതൂക ബികുല്ലി സാഹിരിൻ അലീം. അവർ പറഞ്ഞു, അവർ അഭിപ്രായപ്പെട്ടു, അർജിഹ് വഅഖാഹ്, അവനും അവന്റെ സഹോദരനും കുറച്ചു കാലം താമസം കൊടുക്കുക, ഒന്ന് ഇട കൊടുക്കുക അവർക്ക്, അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. അതിനിടയിൽ വഅർസിൽ ഫിൽ മദായിനി, പട്ടണങ്ങളിൽ മുഴുവനും നമുക്കൊരു ദൂതനെ പറഞ്ഞേക്കണം. ഹാശിരീൻ, ആ ദൂതന്മാര് രാജ്യത്തൊട്ടാകെ പബ്ലിസിറ്റി കൊടുത്തിട്ട് പരസ്യം ചെയ്തിട്ട് യഅതൂക ബികുല്ലി സാഹിരിൻ അലീം, നല്ല അറിവുള്ള ജാലവിദ്യക്കാരെ മുഴുവനും അവർ കൊണ്ടുവരട്ടെ.
ഇത് തന്നെ ശുഅറായിൽ 36-37 വചനത്തിൽ അർജിഹ് വഅഖാഹു വബ്അസ് ഫിൽ മദാഇനി ഹശിരീൻ യഅതൂക ബികുല്ലി സഹാരിൻ അലീം. ആശയം അതന്നെയാണ്. അവരവസാനം അഭിപ്രായപ്പെട്ടത് എന്താണ്? ഫറോവയോട് അവർ പറഞ്ഞു, മൂസ നല്ല പഠിച്ച മജീഷ്യനാണ്, അവന്റെ മാജിക് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം, അതൊക്കെ നമ്മൾ പൊളിച്ചടുക്കി കൈ കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉടനെ തൽക്കാലം അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ, അവനെയും അവന്റെ സഹോദരനെയും തൽക്കാലം അവരെ പാട്ടിന് വിടുക. ഉടനെ രാജകൽപ്പന പുറപ്പെടുവിക്കണം, ഈജിപ്തിന്റെ മുക്കുമൂലകളിലുള്ള ഏറ്റവും വലിയ അഗ്രഗണ്യരായ സർവ്വ മജീഷ്യന്മാരെയും നമ്മുടെ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തണം. എന്തിനാ? മൂസയോട് എതിരിടാൻ. നമ്മളെ സാഹിര്യങ്ങൾ വന്ന മൂസയുടെ കാര്യമൊക്കെ പോവൂലേ എന്ന് വീരവാദം മുഴക്കിയിട്ട് അവരെന്ത് ചെയ്യാണ്? ഇതൊക്കെ വെറും സിഹറാണ് എന്ന് പറയാണ്. അങ്ങനെ സിഹറാണെന്ന് ചുറ്റുഭാഗത്തുള്ളവരിങ്ങനെ പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം അവരിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, ഖാല മൂസാ അതഖൂലൂന ലിൽ ഹഖ് ലമ്മാ ജാഅകും അസിഹ്റുൻ ഹാദാ വലാ യുഫ്ലിഹുസ് സാഹിറൂൻ. മൂസാ അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയാണ്, അത്തഖൂലൂന, നിങ്ങൾ പറയുകയാണോ, ലിൽ ഹഖ് ലമ്മാ ജാഅകും, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഹഖുമായിട്ട് ഞാൻ നിങ്ങളുടെ സമീപത്തേക്ക് വന്നപ്പോൾ, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ഹഖ് നിങ്ങളുടെ സമീപത്തെത്തിയപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതൊക്കെ കേവലം ജാലവിദ്യയാണ്, മെസ്മരീസമാണ്, അഭിചാര ക്രിയകളാണ്, മാജിക് ആണെന്നൊക്കെ പറയുകയാണോ? അസിഹറുൻ ഹാദാ, ഇത് സിഹറാണോ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വലാ യുഫ്ലിഹുസ് സാഹിറൂൻ, മജീഷ്യന്മാര് സാഹിര്യങ്ങൾ ഒരിക്കലും വിജയിക്കൂല കേട്ടോ. അവര് വിജയിക്കാൻ പോകുന്നില്ല, സാഹിര്യങ്ങളൊന്നും വിജയിക്കൂല. ഇത് സിഹറൊന്നല്ല കൂട്ടരെ, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിപ്പോയത്? മൂസാ നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു. അതിനോരോ മറുപടി എന്താ? നീ ഞങ്ങളോടൊന്നും പറയൊന്നും വേണ്ട, ആ വക വർത്താനൊന്നും പറയണ്ട. ഖാലൂ അജിതനാ ലിതൽഫിതനാ അമ്മാ വജദ്നാ അലൈഹി ആബാഅനാ വതകൂന ലകുമൽ കിബ്രിയാഉ ഫിൽ അർദ് വമാ നഹ്നു ലകുമാ ബിമുഅ്മിനീൻ. യൂനുസിലെ 78ാമത്തെ വചനം അല്ലാഹു പറയാണ്, ഖാലൂ, അവർ പറഞ്ഞു, അജിതനാ, ആഹാ, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്, ലിതൽഫിതനാ, ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ, ഞങ്ങളെയൊക്കെ വഴിതിരിച്ചു വിടാൻ. എവിടെ നിന്ന്? അമ്മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ വാപ്പപ്പാപ്പമാരൊക്കെ നടന്നൊരു നടപടിക്രമമുണ്ട്, അതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാൻ വന്നതാണല്ലേ? ഏത് കാലത്തും ചോദിക്കുന്ന ആളുകളുടെ ചോദ്യമാണ്. ഫിറോവനും ചോദിച്ചു, അവന്റെ അനുയായികളും ചോദിച്ചു, അബൂജഹലിന്റെ അനുയായികളും ചോദിച്ചു, ഇക്കാലത്തുള്ള ആളുകളും ചോദിക്കുന്നു. സത്യം പറയുമ്പോ പറയും, ആഹാ, ഞങ്ങളെ വാപ്പപ്പാപ്പമാരായിട്ടൊക്കെ നടന്നു പോകുന്ന ചില വിശ്വാസവും നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, അതിന് തെറ്റിക്കാൻ വന്ന പുത്തൻവാദികളാ നിങ്ങളല്ലേ എന്നും ചോദിച്ചുകൊണ്ടേയിരിക്കും. അന്നും ഇന്നും എന്നും ഇനിയും ചോദിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അതന്നെ ചോദിച്ചു അവര്. ആഹാ, തട്ടിപ്പായിട്ട് ഇറങ്ങിയതല്ലേ, ഇങ്ങനെയൊക്കെ ജാലവിദ്യയൊക്കെ കാണിച്ച് ഞങ്ങളെ അങ്ങോട്ട് മയക്കാന്ന് വിചാരിച്ചു അല്ലേ? എന്നാ ഞങ്ങളൊക്കെ വാപ്പപ്പാപ്പമാരുടേത് കണ്ട് പഠിച്ച് ഉറച്ച് വളർന്നോരാ, ഞങ്ങളെ കുലുക്കാൻ നോക്കണ്ട, ഞങ്ങളെ പഴപ്പിക്കാൻ നോക്കണ്ട. അതിന് വന്നതാണെങ്കിൽ എന്നിട്ട് അവരെയൊക്കെ പഴച്ചവരായി മുദ്ര കുത്തിയിട്ട് അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും നടപടിക്രമങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് ഈ ഭൂമിയിലെ അധികാരവും ഇവിടുത്തെ വലിപ്പത്തരൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കും നേടിയെടുക്കാമെന്നാണ് മോഹമല്ലേ? ഞങ്ങൾ നിങ്ങളുടെ രണ്ടാളുകൾ ഒരു കാര്യത്തിലും വിശ്വസിക്കൂല. ആണ് വർത്താനം ഇവിടെ പറയണ്ട, നിങ്ങളൊന്നും പറയണ്ട. മാത്രല്ല ഫിറൗൻ അതിന്റെ മുമ്പേ ഭീഷണി മുഴക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഞാനല്ലാത്ത ഒരു ഇലാഹുണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ജയിലിലടക്കും, കൽത്തുറുങ്കിലടക്കുക തന്നെ ചെയ്യും. ആ ഭീഷണി നേരത്തെ അവിടെ ഉണ്ട്. എന്റെ പുറമേ എല്ലാവരും കൂടെ ഒന്നിച്ച് മൂസാ നബിയോടും ഹാറൂൻ നബിയോടൊക്കെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രല്ല അവസാനം ഇനി വെല്ലുവിളിയാണ്, തെളിയിക്ക്. ഇനി വെല്ലുവിളിയാണ്, തെളിയിക്കാൻ വേണ്ടിയുള്ള വെല്ലുവിളിയാണ് ഫറോവയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. فَلَنَأْتِيَنَّكَ بِسِحْرٍ مِثْلِهِ فَاجْعَلْ بَيْنَنَا وَبَيْنَكَ مَوْعِدًا فَاجْعَلْ بَيْنَنَا وَبَيْنَكَ مَوْعِدًا لَا نُخْلِفُهُ نَحْنُ وَلَا أَنْتَ مَكَانًا سُوًى
ഫലനഅതിയന്നക, തീർച്ചയായും ഞങ്ങളും കൊണ്ടുവരിക തന്നെ ചെയ്യും, ബിസിഹ്രിൻ മിസ്ലിഹി, തത്തുല്യമായ ജാലവിദ്യ. തയ്യാറുണ്ടോ? നീ ഒരു കൈ നോക്കാൻ റെഡിയാണോ? നിന്റെ വാദങ്ങളൊക്കെ പൊളിച്ചടുക്കി കൈ തരാൻ പോവുകയാണ്. ഫലനഅതിയന്നക ബിസിഹ്രിൻ മിസ്ലിഹി, സമാനമായ നിലക്കുള്ള ജാലവിദ്യ ഞങ്ങളും കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറരുത്. അങ്ങനെയാണല്ലോ, ഫജ്അൽ ബൈനനാ വബൈനക മൗഇദാ, ഞങ്ങളുടെയും നിന്റെയും ഇടയിൽ ഒരു ഡേറ്റ് നിശ്ചയിക്കണം. ഇപ്പൊ നടത്തണം, വാദപ്രതിവാദം പറയില്ല. ഇപ്പൊ നടത്തണം, സംവാദത്തിനുണ്ടോ, ഗണനത്തിനുണ്ടോ, ഇപ്പൊ നടത്തണം, വിടൂല. അതുകൊണ്ട് ഇപ്പൊ തീരുമാനിക്കണം, ഒരു ഡേറ്റ് തീരുമാനിക്കണം. ഫജ്അൽ ബൈനനാ വബൈനക മൗഇദാ, ഞങ്ങളുടെയും നിന്റെയും ഇടയിൽ ഒരു കൃത്യമായ ദിവസം നമ്മൾ നിശ്ചയിക്കണം. ലാ നുഖ്ലിഫുഹു, ആ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ അത് ലംഘിക്കാൻ പാടില്ല. വലാ അൻത, നീയും ലംഘിക്കാൻ പാടില്ല. മകാനൻ സുവാ, ധാരാളക്കണക്കിന് ആളുകൾക്കെല്ലാം സാക്ഷികളായി കൊണ്ട് കാണാനും കേൾക്കാനുമൊക്കെ അവസരം കിട്ടാവുന്ന നിലക്ക്, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന നിലക്കുള്ള വളരെ ശരിയായ നിരപ്പായ ഒരു സ്ഥലത്ത് വെച്ചാവുകയും വേണം. പരസ്യവാദ പ്രതിവാദം, സ്വകാര്യമൊന്നും പറ്റൂല, പരസ്യം. കാരണം എന്താ അറിയോ, എല്ലാവരും ഇത് കണ്ടിട്ട് മൂസ കൊണ്ട് തോൽക്കണ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് ഇതിലേക്ക് ചേരണ്ടേ, മൂസാ നബി അലൈഹിസ്സലാമിനെ കൂക്കി വിടണ്ടേ. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇത് ആളെ കൊണ്ടുവരാൻ പോകുന്നു, നിന്റെ വടിപാമ്പാലൊക്കെ കാണിച്ചു തരാം, അതൊക്കെ ഇവിടെ കാണിച്ചു തരാം, ഞങ്ങൾ ഏറ്റവും വലിയവരായ ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വല്ല പതർച്ചയുണ്ടോ? ഖാല മൗഇദുകും യൗമുസ്സീന വഅൻ യുഹ്ശറന്നാസു ദുഹാ. മൂസാ നബി അലൈഹിസ്സലാം നിസ്സങ്കോചം പറഞ്ഞു, മൗഇദുകും, എങ്കിൽ നിങ്ങളോടുള്ള ഡേറ്റ് യൗമുസ്സീന, നിങ്ങളുടെ ഉത്സവ ദിവസം തന്നെ ആവട്ടെ. അന്ന് ചന്തയിലും മാർക്കറ്റിലും ഒക്കെ എല്ലാവരും വരുമല്ലോ, നാടൊട്ടാകുള്ള ആളുകൾ വരുന്ന ഉത്സവത്തിന്റെ അലങ്കാരത്തിന്റെ ദിവസം ഉണ്ടല്ലോ, അന്ന് തന്നെ ആയിക്കോട്ടെ. ജനങ്ങളൊക്കെ ഇളയുച്ച സമയത്ത് തന്നെ, വലിയ വെയിലൊന്നും വേണ്ട, എന്നാ നല്ല ചെറിയൊരു അന്തരീക്ഷം ഉണ്ടാകുന്ന, രാത്രിയും വേണ്ട, ആർക്കും കാണാറൊന്നും ആയി പോകണ്ട. അതുകൊണ്ട് നല്ല ഇളയുച്ച സമയത്ത് ആർക്കും തകരാറൊന്നുമില്ലാത്ത നല്ല നേരത്തെ എല്ലാവർക്കും വരാൻ പറ്റുന്ന സമയത്ത് തന്നെ ആയിക്കോട്ടെ, ഞാൻ റെഡി. റബ്ബിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാം. ധൈര്യത്തിന് എന്താ കമ്മി? ഞാൻ റെഡിയാണ്. فتولى فرعون فجمع كيده ثم أتى. അങ്ങനെ ഫിർഔൻ സദസ്സ് വിട്ടു പിരിഞ്ഞുപോയി. ഫജമഅ കൈദഹു, തന്റെ തന്ത്രങ്ങളൊക്കെ അവൻ ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു. സുമ്മ അതാ, പിന്നീട് അവൻ നിശ്ചയപ്രകാരം വന്നെത്തി. പറഞ്ഞ ഡേറ്റിന് എത്തണം. അതിന്റെ ഇടക്ക് എല്ലായിടത്തും പബ്ലിസിറ്റി കൊടുത്തു. ഫജുമിഅ അസ്സഹറതു ലിമീഖാതി യൗമിൻ മഅലൂം, ആ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിലെ പ്രത്യേക സമയത്തിന് വേണ്ടി മജീഷ്യന്മാര് മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എല്ലാ ജാലവിദ്യക്കാരും. രാഷ്ട്രത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് ഫറോവയാ വിളിക്കുന്നത്. രാജദർബാറിൽ നിന്നാണ് ആഹ്വാനം. രാജദർബാറിൽ നിന്നുള്ള ആഹ്വാനം സ്വീകരിച്ച് മജീഷ്യന്മാരെത്തും. കാരണം എന്താ? രാജകൊട്ടാരത്തിലെ വമ്പിച്ച സ്ഥാനമാനങ്ങളാണ് ഓഫർ. ഏറ്റവും വലിയ മജീഷ്യന്മാരാണ് ശേഖരിക്കപ്പെടുന്നത്. ചരിത്രത്തിൽ അവരുടെ എണ്ണം പറഞ്ഞെടുത്ത് പല അഭിപ്രായങ്ങളുണ്ട്. 80,000 ആളുകൾ എത്തിയെന്നും 12,000 എത്തിയെന്നും 700ഓളം അതിൽ വലിയ അഗ്രഗണ്യരും നേതാക്കളുമായിരുന്ന മജീഷ്യരായിരുന്നു എന്നുമൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബിയും ഒറ്റക്കൊരു ഭാഗത്ത്, വമ്പിച്ച സൈന്യ സജ്ജമായ നിലക്കുള്ള എല്ലാം പഠിച്ച് തികഞ്ഞു നിൽക്കുന്ന. കാരണം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനമാണ് സിഹിർ, ജാലവിദ്യയാണ്, മാജിക് ആണ് അന്നത്തെ ഏറ്റവും വലിയ അറിവ് അന്നത്തെ. അതിൽ അഗ്രഗണ്യരായ ആളുകളെ ചെലവിലാ കൊണ്ടുവരുന്നത്. രാജാവിന്റെ ചെലവിലാ എല്ലാരെയും കൊണ്ടുവരുന്നത്. വമ്പിച്ച സ്ഥാനമാനങ്ങൾ ഓഫർ ചെയ്തിട്ട് അങ്ങനെ ജനങ്ങളോട് ചോദിച്ചു, വഖീല ലിന്നാസി ഹൽ അൻതും മുജ്തമിഊൻ, നിങ്ങൾ സമ്മേളിക്കുന്നുണ്ടോ? ജനങ്ങളോടൊക്കെ ചോദിച്ചു. എല്ലാരും വരുന്നുണ്ടോ? ജനങ്ങൾ പറഞ്ഞു, പിന്നെ ഞങ്ങളൊക്കെ വരുന്നുണ്ട്. ലഅല്ലനാ നത്തബിഉസ് സഹറ ഇൻ കാനൂ ഹുമുൽ ഗാലിബീൻ. മറ്റൊരു സ്ഥലത്ത് പറയാണ്, ഈ സാഹിരീങ്ങളെ ഞങ്ങൾക്കൊക്കെ പിൻപറ്റാലോ, അവരാണ് ജയിക്കുന്നതെങ്കിൽ. അപ്പൊ വമ്പിച്ച ജനാണ് അവിടെ ഒരുമിച്ച് കൂട്ടുന്നത്. 10,000 ജനങ്ങളാണ് ആ വമ്പിച്ച മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ്. അവിടാണ് ഞാൻ തെളിയിക്കാൻ പെടാൻ പോവുകയാണ്.
ആ സമയത്ത് ജാലവിദ്യക്കാര്, ഫറോവയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ജാലവിദ്യക്കാര് ഒന്നുകൂടി ഉറപ്പുവരുത്താണ് ഫറോവയോട്. എന്താ ഉറപ്പുവരുത്തുന്നത്? فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين قال نعم وإنكم إذا لمن المقربين. ജാലവിദ്യക്കാര് വന്നെത്തിയപ്പോ മത്സരം തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് അവർ ഉറപ്പുവരുത്തി ഫിറൗനോട് ചോദിച്ചു, അഇന്ന ലനാ ലഅജ്റൻ, ഞങ്ങൾക്ക് നല്ല കനത്ത പ്രതിഫലം തരൂലേ? ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ, ഞങ്ങളാ ജയിക്കാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഞങ്ങളെ ജയിക്കുക. പക്ഷെ വെറുതെ പറയരുത്, ഞങ്ങൾ ജയിക്കും, ജയിച്ച വമ്പിച്ച സമ്മാനം തരൂലേ? ഉറപ്പല്ലേ? എങ്കിലേ ഞങ്ങൾ ഇതിന് മെനക്കിടുന്നുള്ളൂ. അതൊക്കെ റെഡിയല്ലേ? ഓ ഫറോ പറഞ്ഞു, നാം, പിന്നല്ലാണ്ട്, ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, ഇതൻ അന്നേരം, ലമിനൽ മുഖറബീൻ, എന്റെ കൊട്ടാരത്തിലെ എന്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും നിങ്ങൾ. ഒരു സംശയവും വളരെ ശക്തിയായിട്ട് പറഞ്ഞു, ഇന്നക്കും, നിശ്ചയം നിങ്ങൾ, ഇതൻ അന്നേരം, ലമിനൽ മുഖറബീൻ, എന്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും നിങ്ങൾ. അതൊക്കെ വാങ്ങി ഉറപ്പുവരുത്തി. മൂസാ നബി അലൈഹിസ്സലാം ഈ അവസരത്തിൽ ജാലവിദ്യക്കാരുടെ നേരെ തിരിഞ്ഞിട്ട് ഒരു വർത്താനം പറഞ്ഞു. അങ്ങനെയൊക്കെ ഉറപ്പുവരുത്തി ഇങ്ങനെ ഗൗരവത്തിൽ നിൽക്കല്ലേ വരും. ആ സമയത്ത് ഫറോവയോടല്ല, ജാലവിദ്യക്കാരോടൊരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യം അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് ശേഷമുള്ള അള്ളാഹുവിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്തുള്ളൊരു ചോദ്യം എന്താണെന്നറിയോ? ഖാല ലഹും മൂസാ വൈലകും ലാ തഫ്തറൂ അലല്ലാഹി കദിബൻ ഫയുസ്ഹിതകും ബിഅദാബ് വഖദ് ഖാബ മൻ ഇഫ്തറാ. മൂസാ നബി അലൈഹിസ്സലാം അവരോട് നേരെ തിരിഞ്ഞൊരു, വൈലക്കും, നിങ്ങളുടെ നാശം, നിങ്ങൾക്ക് നാശം വരാൻ പോവുകയാണ് ജനങ്ങളെ. ലാ തഫ്തറൂ അലല്ലാഹി കദിബ, നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം കെട്ടി ചമക്കരുത്. നിങ്ങൾ അള്ളാന്റെ പേരിലാണ് ഈ കള്ളം കെട്ടി പറയാൻ പോകുന്നത്. നിങ്ങൾ ദയവായി അള്ളാന്റെ പേരിൽ നിങ്ങൾ കള്ളം കെട്ടി ചമക്കരുത്. അങ്ങനെ അള്ളാന്റെ പേരിൽ നിങ്ങൾ കള്ളം കെട്ടി ചമച്ചാൽ ഫയുസ്ഹിതകും, അവൻ നിങ്ങളെ ഉന്മൂലനാശം വരുത്തും. ബിഅദാബ്, കഠിന ശിക്ഷ കൊണ്ട്, കഠിനമായ ശിക്ഷ കൊണ്ട് അള്ളാഹ് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചങ്ങോട്ട് നീക്കും. വഖദ് ഖാബ മൻ ഇഫ്തറാ, റബ്ബിന്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവൻ അമ്പേ പരാജയപ്പെടും, നശിക്കും. തീർച്ചയാണ് കേട്ടോ, ഓർത്ത് കളിച്ചോളണം. അവസാന നിമിഷത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞ ആ സംസാരം അവരിൽ ശരിക്കും ഞെട്ടലുണ്ടാക്കി എന്നാണ് ഖുർആൻ പറയുന്നത്. ഉടനെ അല്ലാഹ് പറയുന്നത് നോക്കൂ, ഫതനാസഉ അംറഹും ബൈനഹും വഅസറുൻ നജ്വാ, അപ്പോൾ അവർ തമ്മിൽ തങ്ങളുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായി. ഒരേ മനസ്സോടെ ധൈര്യത്തിൽ നിൽക്കണ മജീഷ്യന്മാരുടെ ഇടയിൽ അത് അങ്കലാപ്പുണ്ടാക്കി. മൂസാ നബിയുടെ ഒരൊറ്റ വർത്താനാണ്, ദേ ഓർത്ത് കളിച്ചോളണം, അള്ളാഹനോടാ കളിക്കുന്നത്. നിങ്ങളുടെ റബ്ബിന്റെ പേരിൽ നുണയും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നു നിൽക്കുന്നത്. അള്ളാഹ് നിങ്ങളെ വെറുതെ വിടൂല. അള്ളാഹ് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും. അള്ളാന്റെ പേരിൽ കള്ളം പറയരുത്, ഇത് നാശം സംഭവിക്കും. നല്ലോണം ഓർത്തോളണം. അത് അവരിൽ കിടിലമുണ്ടാക്കി. ഫതനാസഉ അംറഹും, അവർ പരസ്പരം തങ്ങളുടെ കാര്യത്തിൽ ഭിന്നാഭിപ്രായത്തിലായി. വഅസറു നജ്വാ, അവർ സ്വകാര്യമായി ഗൂഢസംസാരം നടത്താൻ തുടങ്ങി. എന്താ വേണ്ടി എന്ന് പരസ്പരം ചോദിക്കാൻ തുടങ്ങി. നമ്മളിനി ഇവിടെ നിൽക്കണോ? മത്സരം വേണോ? എനിക്ക് പേടിയാ, ഞാനെന്തായാലും ചെയ്യേണ്ടത്? അയ്യോ നിക്ക്, അവർക്ക് വെറുതെയാണ്. മറ്റൊരു ധൈര്യം കൊടുത്തു. ഇങ്ങനെ അവർക്കിടയിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായി. പക്ഷേ വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ നേരിടണോ പിന്മാറണോ എന്നൊക്കെ ശങ്കയായപ്പോഴും ഇങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടത്തിലൊക്കെ ഏത് തിന്മയുടെ കക്ഷികളാണെങ്കിലും തങ്ങളുടെ ആ ധൈര്യമില്ലായ്മയൊന്നും പുറത്തേക്ക് കാണിക്കൂല. അവർക്കിടയിലുള്ള ഭിന്നിപ്പും പുറത്തേക്ക് കാണിക്കൂല. പിന്നെന്ത് ചെയ്യും? ഞങ്ങൾ ഭയങ്കര ധൈര്യത്തിലാന്നുള്ള മട്ടിൽ കഴിയുന്നത്ര ധൈര്യമൊക്കെ പുറത്തേക്കെടുത്ത് എല്ലാ രൂപത്തിലുള്ള അവരുടെ കഴിവും പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് അവരുടെ അധൈര്യവും അവരുടേതായ ആ ശേഷിക്കുറവൊക്കെ മറച്ചു വെക്കുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു സ്വകാര്യമായിട്ട് ആലോചനയും ഗൂഢസംസാരമൊക്കെ നടത്തിയതിന്റെ ശേഷം അവര് പറഞ്ഞു, ഉറച്ചു നിൽക്കണടാ, ഫഅജ്മിഉ കൈദകും സുമ്മ അതു സഫാ വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅലാ. ഫിറഔൻ അപ്പോഴേക്ക് ആവേശം പകരാണ്. ഫഅജ്മിഉ കൈദകും, നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. സുമ്മ അതു സഫാ, ഒറ്റണിയായി നിന്നോ, ഭിന്നിക്കൊന്നും വേണ്ട. വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅലാ, അത്യുന്നത വിജയം വരിക്കുന്നവര് ഉന്നതന്മാർ ഇന്ന് വിജയിക്കുക തന്നെ ചെയ്യും. ഫറോവ ആവേശം പകർന്നു.
പിന്നീട് അവര് മജീഷ്യന്മാര് എല്ലാ നിലക്കും അങ്ങനെ ഒരുങ്ങിയല്ലോ, ഉള്ളിലൊക്കെ പേടിയും ബേജാറും ഒക്കെ തുടങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇനി അവരൊരു ധൈര്യം കാണിക്കുകയാണ്. قالوا يا موسى إما أن تلقي وإما أن نكون أول من نلقى. അവര് മൂസ നബിയുടെ നേരെ തിരിഞ്ഞു. മജീഷ്യന്മാര് മത്സരം തുടങ്ങാൻ പോവല്ലേ. അപ്പൊ അവര് ചോദിച്ചു, മൂസ ഇമ്മാൻ തുൽഖിയ, നീയാണോ ആദ്യം കയറും വടിയും നിലത്തേക്ക് ഇടുന്നത്, ഇമ്മാൻ നകൂന അവ്വല മൻ നൽഖ, അതോ ഞങ്ങൾ ഇടണോ? ധൈര്യത്തിന്റെ വർത്താനാണ്. ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമൊന്നുമില്ല, നീ ആദ്യം ഇടണം കേട്ടോ, ഞങ്ങളാണ് ഞങ്ങൾ, എന്താ വേണ്ട, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കാരണം ഞങ്ങൾ ധൈര്യം കാണിക്കണം, ധൈര്യം പറയണം, ഞങ്ങൾ വേണമെങ്കിൽ വേണം, ഞങ്ങൾക്കാവുന്ന വിഷയമല്ല, ഇതിലൊന്നും തർക്കല്ല, എന്ത് വേണമെന്ന് തീരുമാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാം ഉണ്ട്, വിട്ടുകൊടുക്കുന്നു. നിങ്ങൾ തുടങ്ങിക്കോളൂ. മൂസാ നബിക്കും ധൈര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാന്റെ വഴിയും കൊണ്ട് നിൽക്കല്ലേ, ധൈര്യത്തിൽ നിൽക്കല്ലേ, ഒട്ടും പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ ഇട്ടോ, എനിക്കാവുന്ന വിഷയമല്ല, അല്ല ഞാടനൊന്നും എനിക്കില്ല, നിങ്ങളാദ്യം നിങ്ങളുടെ വടിയും കയറും ഒക്കെ ഇട്ടോളൂ. فلما جاء السحرة قال لهم موسى ألقوا ما أنتم ملقون. നിങ്ങൾ ഇടുന്ന കയറും വടികളുമൊക്കെ നിങ്ങൾ നിലത്തേക്ക് ഇട്ടോളൂ. فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين ويحق الله الحق بكلماته ولو كره المجرمون. فلما جاء السحرة, മജീഷ്യന്മാര് വന്നു, അവരുടെ കയറും വടികളൊക്കെ നിലത്തേക്ക് ഇട്ടു. മൂസാ നബി അലൈഹിസ്സലാം അവരുടെ വടികളും കയറുകളൊക്കെ നിലത്തേക്ക് ഇട്ടപ്പോ തന്നെ അത് പാമ്പുകളായി മാറി. തോന്നുകയാണ് കാണികൾക്ക് തോന്നുകയാണ് അവരുടെ കയറും വടിയൊക്കെ ഇങ്ങനെ. അപ്പൊ തന്നെ അവിടുന്ന് മൂസാ നബി പറഞ്ഞു, മാ ജിഅ്തും ബിഹി സിഹ്ർ, നിങ്ങൾ കാണിക്കുന്നത് മാജിക്കാണ്, നിങ്ങൾ കാണിക്കുന്നത് ജാലവിദ്യയാണ്. ഇന്നല്ലാഹ സയുബ്തിലു, അതിനൊന്നും നിലനിൽപ്പില്ല, അതിപ്പോ ഉടനെ അല്ലാഹു പരാജയപ്പെടുത്തും. ആ സിഹ്റൊക്കെ അല്ലാഹു ബാത്തിലാക്കും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു, നിശ്ചയം അല്ലാഹു നന്നാക്കൂല അമലൽ മുഫ്സിദീൻ, കുഴപ്പക്കാരുടെ ഒരു പണിയും അതിനൊന്നും നിലനിൽപ്പുണ്ടാവില്ല. നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാൻ വന്നവരാണ്, നിങ്ങളുടെ ഫസാദൊന്നും ജയിക്കാൻ പോകുന്നില്ല. അള്ളാഹു അവന്റെ ഒരു തീരുമാനം ഇവിടെ എടുക്കും. അള്ളാഹു അവന്റെ കലിമാത്തുകളുടെ സത്യത ഇവിടെ സ്ഥാപിച്ചേ അടങ്ങൂ. വലൗ കരിഹൽ മുജ്രിമൂൻ, കുറ്റവാളികൾക്ക് എത്ര വെറുപ്പാണെങ്കിലും എന്ന് പറഞ്ഞു. അവര് വടികളും കയറുകളും നിലത്തേക്ക് ഇട്ടപ്പോ സംഭവിച്ചതെന്താന്ന് ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ പറയുന്നു. فلما ألقوا سحروا أعين الناس واسترهبوهم وجاءوا بسحر عظيم. അവരവരുടെ വടികളും കയറുകളും ഒക്കെ നിലത്തേക്ക് ഇട്ടപ്പോൾ സഹറൂ, അവർ കൺകെട്ടാണ് ചെയ്തത്. ജനങ്ങളുടെ കണ്ണ് കെട്ടി. അതാണല്ലോ ജാലവിദ്യക്കാർ ചെയ്യുന്നത്. വാസ്തവത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണുണ്ടോ? ജനങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ തോന്നുകയാണല്ലോ. അതാണ് കൺകെട്ട് എന്ന് പറയുന്നത്. സഹറു, അവര് കുഴപ്പത്തിലാക്കി അഴിയുനന്നാസി, ജനങ്ങളുടെ കണ്ണുകളെ കൺകെട്ടാണ്. അതാണ് മായാജാലമാണ് അവര് ചെയ്തത്. വസ്തർഹബൂഹും, അവര് ജനങ്ങളെ പേടിപ്പിച്ചു എന്നാ പറയുന്നത്. ജനങ്ങൾക്കൊക്കെ പേടിയായി. കാരണം വജാഊ ബിസിഹ്റിൻ അളീം, വമ്പൻ സിഹ്റ അവര് കൊണ്ടുവന്നു, വമ്പിച്ച മാജിക്കാ കാണിച്ചത്. കാരണം എന്താ, ഒരു വലിയൊരു മൈതാനത്ത് 10-700 വമ്പിച്ച അഗ്രഗണ്യരായ സാഹിര്യങ്ങള് ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള വടിയും കയറും ഒക്കെ കൂടി നിലത്തേക്കിട്ട് ഇതിങ്ങനെ പാമ്പുകളായിട്ടൊരു 10,1400 എണ്ണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് കാണുമ്പോൾ ജനങ്ങൾ പേടിക്കൂലേ? അതിനേക്കാളും എണ്ണം സാഹിര്യങ്ങൾ ഉണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 80,000 12,000 ചുരുങ്ങിയത് 700 ഉണ്ട്. അത്രയും ആളുകളുടെ കയറും വടിയൊക്കെ ഇട്ടാ പിന്നെ എത്ര പാമ്പ് കാണും? ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ട് فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. അവരുടെ കയറുകളും അവരുടെ വടികളും ജനങ്ങളിലേക്കതാ തോന്നുകയാണ്. യുഖയ്യലു ഇലൈഹി, മൂസാ നബിക്ക് തന്നെയും തോന്നി, മിൻ സിഹ്രിഹിം, അവരുടെ ജാലവിദ്യ കാരണത്താൽ, അന്നഹാ തസ്ആ, അതിങ്ങനെ ചലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പാമ്പായിട്ട് ഇങ്ങനെ ചലിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാണുന്നവർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതം മൂസാ, മൂസാ നബിയുടെ മനസ്സിൽ പേടി തോന്നി. മൂസാ നബിയുടെ മനസ്സിൽ പേടി തോന്നി. എന്തിനാ പേടിച്ചത്?
എന്തിനാ പേടിച്ചത്? ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പരാജയപ്പെടൂല, അള്ളാന്റെ വഹയുണ്ട്. പിന്നെന്തിനാ പേടിച്ചത്? ഇവരുടെ ഈ വടിയും കയറൊക്കെ പാമ്പായി മാറുന്നത് കണ്ടിട്ട് ഇനി ഞാനിത് ഇട്ടിട്ട് ഇവരുടേതായ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു ബാത്തിലാക്കുന്ന കാഴ്ച കാണുന്നതിന് മുമ്പ് ആളുകൾ പിരിഞ്ഞു പോയാലോ? ഇനി അതല്ലെങ്കിൽ ആളുകൾ ഇതൊക്കെ തെറ്റിദ്ധരിച്ചാലോ, ഇതാണ് ശരിയെന്ന് തെറ്റിദ്ധരിച്ചാലോ? ആ ഒരു പേടിയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുണ്ടായത്. അല്ല ഞാൻ തോൽക്കും എന്നുള്ള പേടിയില്ല. കാരണം അള്ളാഹ് ശക്തി പകർന്നിട്ടുണ്ട്, തോൽക്കൂല. പക്ഷെ എന്താ നീ സംഭവിക്കാൻ പോണെന്നൊന്നും അറിയൂല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം വടി നിലത്തേക്കിട്ട് ഇനി എന്താ സംഭവിക്കാൻ പോണെന്നൊന്നും മൂസാ നബി അലൈഹിസ്സലാമിനെ അറിയൂല. അതുകൊണ്ടല്ലേ പണ്ട് ആദ്യം തന്നെ വടിയിട്ടപ്പോ പാമ്പായി മാറിയപ്പോ തന്നെ പേടിച്ചു പോയില്ലേ? കാരണം മൂസാ നബി അലൈഹിസ്സലാമിന് ഗൈബ് അറിയില്ല. അള്ളാഹ് പറഞ്ഞു പേടിക്കണ്ട, ഇവിടെ പിടിച്ചു, അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഞാൻ മടക്കും. അപ്പോഴാണ് അങ്ങനെ ഒരു രൂപാന്തരം നടക്കുന്ന മനസ്സിലായത്. പിടിച്ചു, വടിയായി മാറി. ഇനിയിപ്പോ ഇവിടെ എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷെ അള്ളാന്റെ നിർദ്ദേശം ധൈര്യമായിട്ട് മൂസ വടിയിട്ടോളണം. എന്താ നടക്കാൻ പോകുന്നത് അത് അള്ളാഹു തആല ഇനി അവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ സ്വാതന്ത്ര്യം വരെയാണ്. ഖുൽനാ, അല്ലാഹ് പറഞ്ഞു, നാം പറഞ്ഞു, ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ, നീ തന്നെയാണ് അത്യുന്നതൻ, തന്നെയാണ് അത്യുന്നതൻ, തന്നെ ജയിക്കും. ജനങ്ങൾ തെറ്റിദ്ധരിക്കൂല, ജനങ്ങളൊന്നും തെറ്റിദ്ധരിക്കൂല. സമാധാനപ്പെടുത്തുക. എന്ത് ചെയ്തോ? വഅൽഖി മാ ഫീ യമീനിക്, നിന്റെ കയ്യിലുള്ള വടി നീട്ടേക്കൂ. അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, തൽഖഫ് മാ സനഉ, അവരുടെ നിർമ്മിത പാമ്പുകളെയൊക്കെ അത് വിഴുങ്ങിക്കൊള്ളും. ഇന്നമാ സനഉ കൈദു സാഹിർ, അവര് ചെയ്ത ചെയ്തികളൊക്കെ ജാലവിദ്യക്കാരുടെ കുതന്ത്രങ്ങൾ മാത്രമാണ്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, ജാലവിദ്യക്കാരൻ ചെന്നേടത്തൊന്നും വിജയിക്കൂല. അവർ ജയിക്കാൻ പോകുന്നില്ല. സമാധാനപ്പെടും. ജനങ്ങളൊന്നും തെറ്റിദ്ധരിക്കൂല, അവരൊക്കെ സത്യം ശരിക്കും മനസ്സിലാക്കും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ നിർദ്ദേശം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഊഴം വന്നു. ഇനി മൂസാ നബിയാണ് വടിയിടേണ്ടത്. വൗഹൈനാ ഇലാ മൂസാ അൻ അൽഖി അസാക്, മൂസാ നിന്റെ കയ്യിലുള്ള വടി നീ നിലത്തേക്കിട്ടോളൂ എന്ന് മൂസാക്ക് നാം വഹി കൊടുത്തു. ഫഇദാ ഹിയ തൽഖഫു മാ യഫികൂൻ, അവരുണ്ടാക്കിയ കള്ളപ്പാമ്പുകളെ പാമ്പുകളാണെന്ന് തോന്നിപ്പിച്ച അവരുടെ കയറുകളെയും വടികളെയും ഒക്കെ ഈ പാമ്പതാ ഒറ്റയടിക്ക് കൊത്തി വിഴുങ്ങുന്നു. ഒറ്റ വലിയ പാമ്പായിട്ട് മൂസാ നബിയുടെ വടിയാണ് മാറി. ഭീമാകാരനായ പാമ്പ് എന്ന് മാത്രമല്ല, 10,500 അല്ല 2000, 10,000 ഒക്കെ എണ്ണം വരുന്നവരുടെ അഴിഞ്ഞു നീങ്ങുന്ന സാധനങ്ങളെയൊക്കെ ഒരൊറ്റ വിഴുങ്ങലിന് കംപ്ലീറ്റ് അകത്താക്കി. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഫവഖഅൽ ഹഖ് വബതല മാ കാനൂ യഅമലൂൻ, സത്യം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. വബതല മാ കാനൂ യഅമലൂൻ, മജീഷ്യന്മാര് കാണിച്ച സർവ്വ മാജിക്കുകളും അവിടെ ബാത്തിലായി പോയി, എല്ലാം നശിച്ചു പോയി, തകർന്നു പോയി. ഫഗുലിബൂ ഹുനാലിക വൻഖലബൂ സാഗിരീൻ, അന്നേരം അവരൊക്കെ പരാജയപ്പെട്ടു പോയി. വൻഖലബൂ സാഗിരീൻ, അവരൊക്കെ അപമാനിതരായി പോയി, നിന്ദ്യന്മാരായി പോയി. മാജിക്കേർക്കൊക്കെ മനസ്സിലായി നമ്മളെ കയ്യിൽ സത്യല്ല, മൂസ കാണിച്ചത് മാജിക് അല്ല എന്ന്. കാരണം പഠിച്ചവർക്ക് അറിയാലോ എന്താ സംഭവം. മാജിക് കലക്കി കുടിച്ചവർക്ക് മനസ്സിലായി ഇത് മാജിക് അല്ല. കാരണം മാജിക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയൂലെന്ന് മാജിക്കാർക്ക് അറിയാം. അതുകൊണ്ട് അവർക്കത് ബോധ്യായി, പരാജയപ്പെട്ടു, സമ്മതിക്കല്ലാതെ നിവർത്തില്ല. ഇനിയാണ് അത്ഭുതം സംഭവിക്കുന്നത്. അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന അത്ഭുതം. എന്താ? സത്യം മനസ്സിലായാൽ പിന്നെ ഒരാളെയും പേടിക്കാതെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരണം. അതാണ് മുഅ്മിനീങ്ങളുടെ പാത എന്ന് പഠിപ്പിച്ചു തരുന്ന ചരിത്രം. ഈ മജീഷ്യന്മാരൊക്കെ വലിയ ഓഫറും കേട്ടിട്ട് കാഫറുകളായിട്ട് മൂസാ നബിയെ പരാജയപ്പെടുത്താനുള്ള ദൃഢനിശ്ചയവുമായിട്ട് കയറി വന്നവരാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി അങ്ങ് നിലത്തേക്കിട്ടത് പടുകൂറ്റൻ പാമ്പായിട്ട് മാറി മറ്റുള്ളവയെ കൊത്തി വിഴുങ്ങുന്ന കാഴ്ച കണ്ടപാടെ മജീഷ്യന്മാർക്ക് ബോധ്യായി മൂസ കാണിച്ചത് സിഹറല്ല, തികച്ചും ദൈവീകമാണ്. നമ്മൾ പഠിച്ച തൽക്കാലത്തിനുള്ള ചപ്പട വിദ്യയാണ്, അത് ചെപ്പടി വിദ്യയാണ്. ഇത് ഒറിജിനൽ സംഗതിയാണ്, നമ്മളെ കൊണ്ട് കഴിയൂല. അത് ബോധ്യായ പിന്നെ ഇനി എന്താ വേണ്ടത്? എന്താ ഒരു സത്യം ബോധ്യായ ചെയ്യേണ്ടത്? ഉടനെ അംഗീകരിക്കണം. അല്ലാഹു തആല പറയുന്ന ഹൃദയസ്പൃക്കായ രംഗങ്ങൾ.
فألقي السحرة سجدا قالوا آمنا برب هارون وموسى. മജീഷ്യന്മാര് മുഴുവനും റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീണു. കണ്ടോ, എതിർപക്ഷത്തുള്ള നൂറുകണക്കിന് മജീഷ്യന്മാര് മുഴുവനും സുജൂദാണ് ചെയ്യുന്നത്. അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാണ്, റബ്ബിന് വേണ്ടിയുള്ള സുജൂദ്. അവരെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസാ. മൂസയും ഹാറൂനും പരിചയപ്പെടുത്തിയ റബ്ബിൽ ഇനി മുതൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതേ യഥാർത്ഥ റബ്ബുള്ളൂ, ഇവൻ റബ്ബല്ല, അത് മാത്രമാണ് റബ്ബുൽ ആലമീൻ, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ആരുടെയും തിട്ടൂരത്തിനും അനുവാദത്തിനും കാത്തു നിൽക്കാതെ സത്യമങ്ങ് ബോധ്യപ്പെട്ടപ്പോൾ മാജിക്കുകാർ ഉടനെ മൈതാനത്ത് സുജൂദിൽ വീഴുന്നു. ഈ കാഴ്ച കണ്ട് ഫിർഔൻ ഞെട്ടിത്തെറിക്കുന്നു. താൻ വിളിച്ച് തന്റെ ചെലവിൽ വരുത്തിയ ആൾക്കാരാണ്, തന്റെ ചെലവിൽ വിളിച്ചു വരുത്തിയ ആൾക്കാർ തന്റെ കൊട്ടാരത്തിൽ വന്ന് തന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു പേടിയും പേടിക്കാതെ സത്യാണ് മനസ്സിലായ ഉടനെ നിമിഷത്തിൽ സത്യത്തിന്റെ പാതയിലേക്കാണ് കടന്നു വരികയാണ്. ആ സമയത്ത് ഫറോവ ചോദിച്ചു, آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. ഭീഷണിയാണ്. ഫിറഔൻ പറഞ്ഞു, മജീഷ്യന്മാരോട് പറഞ്ഞു, ആമൻതും ലഹു, നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചില്ലേ? നിങ്ങൾ മൂസയിൽ അങ്ങ് വിശ്വസിക്കുകയോ? ഖബല അൻ ആദന ലക്കും, എന്റെ പെർമിഷൻ കിട്ടുന്നതിന്റെ മുമ്പ്, ഞാൻ വിളിച്ചു വരുത്തിയ എന്റെ ചെലവിൽ വന്നിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് എന്റെ അധികാര പരിധിയിൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ പെർമിഷനും അനുവാദവും ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ അങ്ങ് കയറി മുഅ്മിനീകളാവുകയോ, മൂസയിൽ വിശ്വസിക്കുകയോ? സമ്മതിക്കൂല, ഞാൻ സമ്മതിക്കൂല. പിന്നെ അവൻ പിച്ചുമ്പയും പറയാൻ തുടങ്ങി. പച്ച നുണയെ പറയണെന്ന് ഫിറൗന് അറിയാം. അവൻ പറയണ നുണ നോക്കൂ. ഇന്നഹു ലകബീറുക്കും, ഈ മൂസ നിങ്ങളിലെ ഏറ്റവും വലിയവനാണ്. അല്ലദീ അല്ലമകുമുസ് സിഹ്റ, നിങ്ങൾക്ക് പോലും സിഹിർ പഠിപ്പിച്ച നേതാവാണിവൻ. പച്ച നുണയാണ് പറയണെന്ന് ഫിറൗന് അറിയാം. കാരണം മൂസാ നബി അന്ന് ആ അബദ്ധത്തിൽ ആ കൊലയും സംഭവിച്ച അന്നാണ് മദീനയിലേക്ക് പോയതാ. അവിടെ നിങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഈ രാജ്യത്തുള്ള മാജിക്കുകാരെ അറിയില്ല, ഈ നാട്ടിലെ ഭാഷ പോലും ശരിക്കും സംസാരിക്കാൻ വശല്ല. ഒരുപാട് കാലമായിട്ട് അവിടെയാണ്. ഇവിടെയുള്ള മാജിക്കുകാരെ ഒരിക്കൽ പോലും കണ്ടുമുട്ടിയിട്ടില്ല. എന്നിട്ടല്ലേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ. അറിയാവന്, പിന്നെ നിക്കക്കള്ളിയില്ല. അവൻ പറഞ്ഞു, ഇത് നിങ്ങളുടെയൊക്കെ വലിയ മൂത്താപ്പയാണിവൻ, നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദാണ്, നിങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ച ഉസ്താദാണിവൻ. ആഹാ, നിങ്ങളൊക്കെ ഒത്തുകളിച്ചതാണല്ലേ, വിടൂല ഞാൻ. ഫലൗഖത്തിയന്ന ഐദിയക്കും, നിങ്ങളുടെ കൈകൾ ഞാൻ വെട്ടിമുറിക്കുക തന്നെ ചെയ്യും. വഅർജുലക്കും മിൻ ഖിലാഫ്, നിങ്ങളുടെ കാലും ഞാൻ കൊത്തിമുറിക്കും. സാധാരണ നിലക്കുള്ള മുറിക്കലല്ല, വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാലും ഞാൻ മുറിക്കും, ഇടത് കൈ വെട്ടിയാലേ അതുപോലെ തന്നെ വലത്തെ കാല് ഞാൻ മുറിക്കും. അങ്ങനെ ഒന്നിനു വിപരീതമായി മറ്റൊന്ന് നിങ്ങളെ മുറിച്ച് 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 കയ്യും കാലും മറുത്ത് നിങ്ങളെ ഞാൻ വലഉസല്ലിബന്നക്കും, നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുക തന്നെ ചെയ്യും. ഫീ ജുദൂഇൻ നഖ്ലേ, ഈത്തപ്പനയുടെ തടിയിൽ നിങ്ങളെ ഞാൻ ആണിയറച്ച് തറച്ചു കൊല്ലും. വലതഅലമുന്ന, ആഹാ, നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാക്കി തരാം ഞാൻ, നിങ്ങൾക്ക് ശരിക്ക് ബോധ്യമാവാൻ പോവുകയാണ്. അയ്യുനാ അശദ്ദു, ഞങ്ങളുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കഠിനമായി ശിക്ഷിക്കാൻ പവർ ഉള്ളവരെന്നും, വഅബ്ഖാ, ആരാണിവിടെ എന്നെന്നും ബാക്കിയാവാൻ യോഗ്യരെന്നുമൊക്കെ കാണിച്ചു തരാൻ പോവുകയാണ്. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിലൊന്ന് മാറി നിൽക്ക്, കൊന്നുകളയും ഞാൻ, മിണ്ടിപ്പോകരുത്. അതൊന്ന് ആലോചിച്ച ഒരു സാധാരണ വർത്താനൊന്നും അല്ല കേട്ടോ. ഇതൊരു പഞ്ചായത്ത് മെമ്പറൊന്നുമല്ല ഈ പറയുന്നത്. ഹന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് ആക്രോശിക്കുന്ന, പറഞ്ഞത് അതുപോലെ ചെയ്യുന്ന ധിക്കാരിയായ ഫറോവയാണ് പറയുന്നത്, കൊന്നുകളയും ഞാൻ.
എന്തും കേൾക്കാൻ നിൽക്കുന്ന റാൻമൂളികളായ പ്രജകളാ, പട്ടാളക്കാരാ നിൽക്കുന്നത്. ഞൊടിയുടെ താമസം മുഴുവൻ എണ്ണത്തിന്റെയും കയ്യും കാലും കൊത്തിമുറിക്കാനുള്ള ഓർഡറിന് കാത്തു നിൽക്കുകയാണ്. അവരുടെ മുമ്പെന്നാണ്, ഫറോവയുടെ മുമ്പെന്നാണ്. ആ ഫറോവയുടെ മുമ്പെന്നാണ് ജനങ്ങൾ സത്യാണ് ബോധ്യപ്പെട്ടപ്പോ പിന്നെ ആരോടും അന്വേഷിക്കാൻ നിന്നില്ല, ആരുടെയും പെർമിഷന് കാത്തു നിന്നില്ല. ആരെങ്കിലും തങ്ങളെ പുറത്താക്കുമോന്ന് പേടിച്ചില്ല, ആരെങ്കിലും തങ്ങളെ കൊന്നുകളയുമോ എന്ന് പേടിച്ചില്ല, ആരെങ്കിലും ഞങ്ങളെ നശിപ്പിച്ചേക്കുമോ എന്ന് പേടിച്ചില്ല. സത്യത്തിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. സത്യം ഉള്ളിലേക്കാണ് കടന്നാ പിന്നെ ബാക്കിയുള്ള ഒന്നും പിന്നെ ചിന്തിക്കൂല. നമ്മൾ ആലോചിക്കണം നമ്മുടെയൊക്കെ കഥ. നമ്മളൊക്കെ സത്യം ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെയും കുറെ ഇങ്ങനെ ആലോചിക്കും. ഇപ്പൊ അത് പറഞ്ഞപ്പോ നാട്ടിൽ നിന്ന് പുറത്താവൂലേ, പാപ്പ പുറത്താക്കൂലേ, ഉമ്മ പുറത്താക്കൂലേ, മഹല് ഊരുവലങ്ങൂലേ, മരിച്ചാ ഏട്ടാ കൊണ്ടുപോവാ. അല്ലാ മൊലിയര് പറഞ്ഞിട്ട് ഖബറിൽ നിങ്ങൾ കൊണ്ടുവരി മരിച്ചാ നമുക്ക് കാണാലോ, നിങ്ങളിപ്പോ അങ്ങനെ നടക്കി നിക്കാഹ് വേറെ കഴിച്ചില്ലേ, നിങ്ങൾ മരിച്ചാ കാണാം, മയ്യത്തങ്ങളെ ചീഞ്ഞു നാറും എന്നൊക്കെ പറഞ്ഞ് ബേജാറാക്കും മനുഷ്യന്മാര്. അപ്പൊ അങ്ങനെ ആലോചിക്കും, പെൺകുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞോട്ടല്ലേ എന്നിട്ട് ഉറക്കെ പറയാം, അപ്പൊ ഒന്നും മുണ്ടണ്ട, ആണ് കഴിഞ്ഞിട്ടില്ല, പെരപ്പണി കഴിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ അത് പ്രശ്നമാക്കണ്ട, ഇപ്പൊ ചെക്കന് ജോലി കിട്ടിയിട്ടില്ല, പ്രശ്നമാക്കണ്ട, അതൊക്കെയാണ് കഴിഞ്ഞോട്ടെ, ഒന്നും കൂടി ആലോചിക്കുക. അല്ലെങ്കിൽ കാരണവര് പ്രശ്നം ഉണ്ടാക്കും, ബാപ്പ പ്രശ്നം ഉണ്ടാക്കും, അമ്മോശം പ്രശ്നം ഉണ്ടാക്കും, അമ്മായിമ്മ പ്രശ്നം ഉണ്ടാക്കും, അളിയൻ പ്രശ്നം ഉണ്ടാക്കും, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് സത്യമൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ മൗലവി ശരിയാ, നിങ്ങൾ ഈ പറയുന്ന എന്നെ ഹക്ക് എന്ന് ബോധ്യ. പക്ഷെ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ മുണ്ടൂല, കാരണം ചില പ്രശ്നങ്ങളും കൂടി ഒന്ന് മാറാണ്ട്. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണെന്ന് പലരും, എല്ലാവർക്കും അറിയാം സത്യം നമ്മൾ പറഞ്ഞു കൊടുത്താണ്. പക്ഷെ അതിപ്പോ എങ്ങനെ നിങ്ങൾ പറയണൊക്കെ നേരനെ, പക്ഷെ എങ്ങനെയിപ്പോ അതാണ്ട് അതിന്റെ ഒരു ഇത് അങ്ങനെയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് മാറുകയാണ്. ഇവിടെ നോക്കി നിങ്ങൾ, നമ്മളാരും ഇങ്ങനെ ഭീഷണിപ്പെടുത്താനൊന്നുമില്ല, കൊല്ലും നിറയാനൊന്നും ആരുമില്ല. കയ്യും കാലും വെട്ടിമുറിക്കുന്നു പറയണം, അതൊക്കെ വെറും ഓലപ്പാമ്പ് വിടാനൊക്കെ കുറെ ആൾക്കാരുണ്ടാവും. എന്നാ കൊല്ലും മൂക്കിൽ വലിക്കുന്നൊക്കെ പറയും. ആരും ഒന്നും ചെയ്യാൻ കഴിയൂല, അതൊന്നും കഴിയാത്തവനതൊക്കെ പറയുന്നത്. പക്ഷെ ഈ ഫറോവ അങ്ങനെയല്ല, അവൻ പറഞ്ഞത് ചെയ്യണ ആളാ. അവരുടെ മുമ്പെന്നാണ് ഈ വിശ്വാസത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് സത്യാണ് ബോധ്യമായ ഉടനെ തന്നെ കടന്നു വരുന്നത്. ആ നേരത്തെ മജീഷ്യന്മാര് ഫറോവയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് കേട്ടോ, قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى. അല്ലയോ ഫറോവ, ലന്നുസിറക, നിന്നെ ഞങ്ങൾ തെരഞ്ഞെടുക്കൂല, നിനക്ക് ഒരു വിലയും ഞങ്ങൾ കൽപ്പിക്കൂല. അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി, ഞങ്ങൾക്ക് വന്നു കിട്ടിയ തെളിവിനേക്കാൾ നീ ഞങ്ങൾക്കൊന്നുമല്ല. വല്ലദീ ഫതറനാ, ഞങ്ങളെ പടച്ച റബ്ബിനേക്കാൾ നീ ഞങ്ങൾക്ക് മുമ്പിൽ ആരുമല്ല. അതുകൊണ്ട് ഫഖ്ദി, നീ വിധിച്ചോളൂ. മാ അൻത ഖാദ്, എന്തു വേണമെങ്കിൽ നീ വിധിച്ചോളൂ. ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഞങ്ങൾക്കൊരു ഉറച്ച വിശ്വാസമുണ്ട് ഫറോവ. ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തദ് ദുനിയാ, ഈ ലോകത്തല്ലടോ നിന്റെ വിധിയൊക്കെ നടപ്പിലാകൂ. നിനക്ക് ഇവിടെ വിധിക്കാനുള്ള കാളിയാ, നീ എന്ത് വേണേ ചെയ്തോ, വേറൊന്നും ചെയ്യാൻ നിനക്ക് പറ്റൂലല്ലോ. ദുന്യാവിലല്ലേ നീ ജഡ്ജി, നീ ദുന്യാവിലെ കാളിയല്ലേ, എന്ത് വേണമെങ്കിൽ തീരുമാനമെടുത്തോ, കുലുങ്ങൂല. ഞങ്ങൾക്ക് സത്യം ബോധ്യാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കുറിച്ച് ബോധ്യാണ്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഉറക്കെ നിന്റെ മുമ്പിൽ പറയാൻ പോവാണ്, ഇന്നാ ആമന്നാ ബിറബ്ബിനാ, ഞങ്ങൾ ഞങ്ങളുടെ യഥാർത്ഥ റബ്ബിൽ വിശ്വസിച്ചു കഴിഞ്ഞു. ലിയഗ്ഫിറ ലനാ, അവൻ ഞങ്ങൾക്ക് പുറത്തു തരാനാ ഞങ്ങൾ ഇപ്പൊ തന്നെ വിശ്വസിക്കുന്നത്. ഖതായാനാ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ. ഇത്ര കാലം നിന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് രാജ്യത്തൊട്ടാകെ മാജിക്കും കാണിച്ച് ഞങ്ങൾ നടന്നു. നീ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച് കുഫറിന്റെ വക്താക്കളാക്കി നീ ഇവിടെ കൊണ്ടുവന്നു. അതിലൊക്കെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ ഉടനെ ഞങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. വല്ലാഹു ഖൈറുൻ വഅബ്ഖാ, അള്ളയാണ് ഉത്തമനെന്നാ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അള്ളയാണ് ഇവിടെ എന്നെന്നും ബാക്കിയാകുന്നവരെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. വീണ്ടും അവര് പറയാണ്, ഖാലൂ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, ഞങ്ങളൊക്കെ മരിച്ചാ നീയല്ല, നിന്റെ അടുത്തേക്കല്ല വരുന്നത്. ഞങ്ങൾ മരണപ്പെട്ടാൽ ഞങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് ഞങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണ്.
നിനക്ക് ഞങ്ങളുടെ മേൽ കുറ്റമൊന്നും പറയാനില്ലല്ലോ. ഇല്ല അന്നാമന്നാബിയായാതി റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചതല്ലാത്ത ഒരു കുറ്റവും നിനക്ക് ഞങ്ങളുടെ മേൽ പറയാനില്ലല്ലോ. ലമ്മാ ജാഅതിനാ, ആ തെളിവ് ഞങ്ങൾക്ക് വന്നു കിട്ടിയപ്പോ ഞങ്ങൾ വിശ്വസിച്ചതാണ്. അതുകൊണ്ട് എന്ത് തീരുമാനം നിന്നെ എടുത്താലും ദുന്യാവിലെ കളിയല്ലടോ നീ, ഞങ്ങൾക്ക് പേടിയില്ല, പുല്ലുവിലയാണ്. ഞങ്ങൾക്ക് ഇനി നിന്നോട് വർത്തമാനമില്ല. ഇനി ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുള്ളത്, ഞങ്ങൾ ഈ നിമിഷം മുതൽ വിശ്വസിച്ച ഞങ്ങളുടെ റബ്ബുണ്ട്, ആ റബ്ബിനോട് ഞങ്ങൾ പറയാണ്. ഖാലൂ, അവിടെ നിന്നിട്ട് അവരെ ദുആ ചെയ്യുകയാണ്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ് അലൈനാ സബ്റാ, ഈ ധിക്കാരിയായ ഫറോവയുടെ ഭീഷണിക്ക് മുമ്പിൽ പതറാതെ നീ ഞങ്ങൾക്ക് ക്ഷമ തരണേ അല്ലാഹ്. വതവഫനാ മുസ്ലിമീൻ, ഇവൻ കൊല്ലുകയാണെങ്കിലും ഏത് രൂപത്തിൽ ഞങ്ങൾ മരിക്കുകയാണെങ്കിലും മുസ്ലിമായ മരണം തരണേ അല്ലാഹ്. സർവ മജീഷ്യന്മാരും മൈതാനത്ത് വെച്ച് ഫറോവ കേൾക്കെ തന്നെ ഉറക്കെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അവര് പിന്നെയും പറയാൻ തുടങ്ങി, എന്തേ ഞങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നറിയോ? ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. കാരണം അല്ലാഹുവിന്റെ പരലോകത്ത് കുറ്റവാളിയായിട്ട് ആരെങ്കിലും ചെന്നു നിന്നാൽ ഒരിക്കലും ജീവിതവുമില്ല മരണവുമില്ലാത്ത ജഹന്നമാണ് കിട്ടാൻ പോകുന്നത്. അതേ അവസരത്തിൽ മയ്യതിഹി മുഅ്മിനാ, ആരെങ്കിലും ഈമാനോടുകൂടി ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് പരലോകത്ത് ചെന്ന് നിൽക്കാൻ കഴിയുന്നതെങ്കിൽ ഫൗലായിക ലഹുമുദ് ദറജാത്തുൽ ഉലാ, അവർക്കാണ് അത്യുന്നതമായ പദവികൾ ഉള്ളത്. അതായത് ജന്നാത്തു അദിനിൻ, ശാശ്വതത്വത്തിന്റെ സ്വർഗ്ഗങ്ങളാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഖാലിദീന ഫീഹാ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. വദാലിക ജസാഉ മൻ തസക്കാ, സംശുദ്ധി പാലിച്ചവർക്ക് കിട്ടാനുള്ള ജസാ, പ്രതിഫലം അതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്ത് തന്ന് ഉടനെ ഞങ്ങൾ വിശ്വസിച്ച ഒന്നാം നിരയിലുള്ള മുഅ്മിനീങ്ങളായിട്ട് ഞങ്ങൾക്ക് മരിക്കണം. അത് ഞങ്ങൾ ഒരിക്കലും ഇനി മാറ്റൊന്നുമില്ല. ഖുർആൻ പിന്നെ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ ഫറോവ ചെയ്തത്, എന്തേ ഫറോവ ചെയ്തു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഏറ്റവും അഗ്രഗണ്യനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ടിൽ കാണാം, അവർ അതേപോലെ തന്നെ ഫറോവയാണ് അവൻ പറഞ്ഞത് ചെയ്യുന്നവനാണ്, മുഴുവണ്ണത്തെയും കൊന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റിവായത്തിൽ കാണാം, കാനു അവ്വലൻ നഹാരി സഹറ, കാനു അവ്വലൻ നഹാരി സഹറ ഫസാറു മിൻ ആഖിരിഹി ശുഹദാ ബററ. രാവിലെ വരുമ്പോ, പ്രഭാതത്തിൽ വരുമ്പോ അവരൊക്കെ മജീഷ്യന്മാരായ കാഫിറുകളായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴേക്ക് അവരൊക്കെ ശുഹദാക്കളായി അത്യുന്നതമായ പദവിയിലേക്ക് പറന്നുപോയി. അവർ മരിച്ചു, വീരമൃത്യു വരിച്ചു, ശുഹദാക്കളായി സ്വർഗത്തിന്റെ പദവിയിലേക്ക് പോയി. രാവിലെ കാഫറുകളായി വന്നവർ വൈകുന്നേരമായപ്പോഴേക്ക് ശുഹദാക്കളായിട്ടായി മാറുന്നു. അതാണ് മനുഷ്യന്റെ മനസ്സ്. സത്യാണ് ബോധ്യമായപ്പോൾ ഉടനെ അംഗീകരിച്ചു. സത്യം ആരെയും കാത്തു നിൽക്കൂല. സത്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നാളെയാവാം മറ്റന്നാളാവാന്ന് കാത്തു നിൽക്കരുത്. കാരണം അതിന്റെ ഇടയിലും മരിക്കും, അതിന്റെ ഇടയിലും മരിക്കൂലെന്നൊന്നും അറിയില്ല. ഇവര് ചെയ്ത പണി കണ്ടോ? സത്യം ഞാൻ ബോധ്യ, പിന്നെ ആരും കാത്തിക്കണ പ്രശ്നമില്ല. പിന്നെ അന്വേഷണം, നിങ്ങൾക്ക് സമ്മതാണോ, നിങ്ങൾക്ക് തൃപ്തിയാണോ, അത് നോക്കണ പ്രശ്നമില്ല. സത്യം ബോധ്യ, അത് അംഗീകരിക്കും, ഉടനെ അംഗീകരിക്കും. അത്യുന്നതമായ പദവിയാണ് അവർക്ക് അല്ലാഹു നൽകിയത്. ആ നിലക്ക് ഫറോവയുടെ ആ ശ്രമങ്ങൾ അവിടെ പരാജയപ്പെടും. മൂസാ നബിയെയും ഹാറൂൻ നബിയെയും ഒന്നും ചെയ്യാൻ ഫറോവയ്ക്ക് പറ്റിയില്ല. മൂസാ നബി ഹാറൂൻ നബി അവിടുന്ന് പോയി. ഈ സാഹിറുകളൊക്കെ അവൻ കൊന്നുകളഞ്ഞു. അങ്ങനെ അവന്റെ തന്ത്രം പാളുകയാണ്. എന്നാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരാജയം അവർക്ക് സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്തിൽ മുഴുവനും ഇനിയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് തുടരുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ചരിത്ര ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മഹാന്മാരായ അമ്പിയാക്കളെ സ്നേഹിക്കുവാനും അവരുടെ പാത പിൻപറ്റുവാനുമുള്ള തൗഫീഖ്
അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യത്തിന്റെ പാതയിൽ പ്രവർത്തിക്കാനും ഉറച്ചു നിൽക്കാനും അതേ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമുക്കെല്ലാം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.